الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിമർശിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാം വിചാരിക്കുന്നത് പോലെ മുൻകാലങ്ങളിൽ ഇസ്ലാം വിമർശിക്കപ്പെട്ടിട്ടില്ല എന്നതാണോ അതിനർത്ഥം? അല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചക ജീവിതവും എക്കാലത്തും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, എല്ലാ കക്ഷികളും ഒന്നിച്ചു ചേർന്ന് ഇസ്ലാമിനെ നാമാവശേഷമാക്കുവാൻ വേണ്ടി ഗൂഢപദ്ധതികളും പ്ലാനുകളും ഒക്കെ തയ്യാറാക്കി ഒന്നിച്ചു മുന്നോട്ടു പോയ കാലഘട്ടവും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാം അതിജയിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതീർണമായ വിശുദ്ധ ഖുർആനും അതിന്റെ തെളിമയാർന്ന ആദർശവും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന്റെ കൂടെ നമുക്ക് നിലനിൽക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ പവിത്രമായ ദീനുൽ ഇസ്ലാമിലെ ഒരു പദമാണ് ജിഹാദ് എന്നുള്ളത്. അതിനോട് ചേർത്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ലവ് ജിഹാദായാലും നാർക്കോട്ടിക് ജിഹാദായാലും ബീഫുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. എവിടെ എന്തെങ്കിലും ഒരു സ്ഫോടനമുണ്ടായാൽ, എവിടെ എന്തെങ്കിലും അർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ പേര് വലിച്ചിഴക്കപ്പെട്ടാൽ, അവിടെയൊക്കെ ഇത്തരം ആളുകൾ ചികഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് ഇസ്ലാമിനെ വികൃതമാക്കാൻ കഠിനമായി യത്നിക്കുന്നത് കാണുവാൻ. പലപ്പോഴും അല്പജ്ഞാനികളുടെ ചില വേണ്ടാത്ത വർത്തമാനങ്ങൾ മാത്രമായി അത് അലിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട്. ഈ അടുത്ത് നമുക്കറിയാം, ഇസ്ലാമിലെ വിവാഹം തന്നെ വളരെ അപരിഷ്കൃതമാണ്, ഇസ്ലാമിന്റെ അനന്തരാവകാശം വളരെ അപരിഷ്കൃതമാണ് എന്ന് പറഞ്ഞ്
ഒരു വക്കീലും കഴിഞ്ഞ ദിവസം മറ്റൊരു വിവാഹവുമൊക്കെ നമ്മൾ കണ്ടു. ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു സ്കൂളിലെ വിവാദമായിരുന്നു, മക്കനയുമായി ബന്ധപ്പെട്ട വിവാദം. സഹോദരങ്ങളെ, ഇതിലൂടെ കടന്നു പോകുന്ന ഒരു ശരാശരി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാകും. എന്നിട്ട് അവൻ തന്നെ ചിലപ്പോൾ ചിന്തിച്ചു പോകും, ഞാനൊരു ശരിയായ വഴിയിലല്ലേ. അവിടെയാണ് ലിബറൽ കൾച്ചറും അതുപോലെ തന്നെ മത നിരാസവും അതിനെ തുടർന്ന് വരുന്ന ലൈംഗിക വൈകൃതങ്ങളും ലഹരിയും ഒക്കെ ഈ ഒരു സമുദായത്തെ കടന്നാക്രമിക്കുന്നത്. നമ്മൾ അറിയുക, പിശാച് മനുഷ്യനെ പിടികൂടാൻ ഓരോ കാലത്തും ഓരോ കെണികൾ വെച്ചിട്ടുണ്ട് എന്ന് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ സമുദായവും തിരിച്ചറിയുക എന്നതാണ് ഇതിന്റെ മർമ്മം. നമുക്ക് ഓരോരുത്തർക്കുമാണ് പരീക്ഷണം. ഈ ഒരു പരീക്ഷണത്തിൽ, ഒരു വിഷയത്തിൽ എന്ത് നിലപാട് നമ്മൾ സ്വീകരിക്കുന്നു എന്നതാണ് റഹ്മാനായ റബ്ബ് പരിശോധിക്കുന്നത്. പെട്ടെന്ന് കാറ്റടിക്കുമ്പോ നിലം പൊത്തുന്ന പാഴ്മരങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ എത്ര വലിയ കൊടുങ്കാറ്റിലും തല ഉയർത്തി നിൽക്കുന്ന വടവൃക്ഷങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ഏതിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുക? ഇതുപോലെ മനുഷ്യരുടെ കൂട്ടത്തിലും ഇങ്ങനെ ചില മനുഷ്യന്മാർ ഉണ്ട് എന്നത് നമ്മൾ അറിയണം. അതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ ഉള്ളത്? നോക്കൂ നിങ്ങൾ, നിസ്സാരമായ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് തകർന്നു പോകുന്ന മനുഷ്യരുണ്ട്. നിരാശരായി ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്നവർ ഉണ്ട്. നാം അറിയുക, എന്ത് പ്രശ്നങ്ങൾക്ക് മുമ്പിലും സമചിത്തതയോടുകൂടി തല ഉയർത്തി അഭിമാനപൂർവം ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവനാണ് വിശ്വാസി. അല്ലാത്തവന് ചിലപ്പോ കണക്ക് പ്രകാരം അവൻ മുസ്ലിം എന്ന ഒരു സൊസൈറ്റിയിൽ ഉൾപ്പെട്ടവൻ ആയിരിക്കാം. പക്ഷേ ഒരു വിജയിച്ച മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവന്റെ വിശ്വാസത്തിൽ അവന് കരുത്തുണ്ടാകും എന്നാണ്. റസൂലുള്ള പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യ്, ഒരു കരുത്തുള്ള നിർഭയനായ വിശ്വാസി. ഈമാനിന്റെ വിഷയത്തിലാണ് ഇവിടെ ഖവിയ്യ് എന്ന് ഉദ്ദേശിച്ചത്. ഖൈറുൻ, അവൻ ഉത്തമനാണ്. വ അഹബ്ബു ഇലല്ലാഹ്, റഹ്മാനായ റബ്ബിന് അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനുമാണ്. മിനൽ മുഅ്മിനി അദ്ദഈഫ്, ദുർബല വിശ്വാസിയേക്കാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ കരുത്തുള്ള ഖവിയ്യായ ഒരു വിശ്വാസിയായി ജീവിക്കുക എന്നതാണ് ഇക്കാലത്തെ ഏറ്റവും വലിയ ജിഹാദ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധങ്ങളായ സന്ദർഭങ്ങളിലൂടെ ഒരു ഖവിയായ മുഅ്മിനായി തീരാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം തന്റെ വിശ്വാസം ദൃഢമാവുക എന്നതാണ്. ദൃഢമായ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകുന്ന രണ്ട് സ്വഭാവ സവിശേഷതകൾ അല്ലാഹു പറഞ്ഞു. ഒന്ന്, അയാൾ ഭയപ്പെടുന്നവനാവുകയില്ല എന്നാണ്. രണ്ടാമത്, അയാൾ നിരാശനാവുകയില്ല എന്നതാണ്. ഈ രണ്ട് വികാരങ്ങൾ നമുക്കുണ്ടോ വിശ്വാസികളെ? റഹ്മാനായ റബ്ബ് പറയാ, അലാ, അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മിത്രങ്ങൾ, ഔലിയാ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവർ ആരെന്നറിയുമോ? ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊരു ഭയവും ഉണ്ടാവുകയില്ല. വലാഹും യഹ്സനൂൻ, അവർ സങ്കടപ്പെടുകയില്ല, അവർ ദുഃഖിക്കുകയില്ല, അവർക്ക് നിരാശയുണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഏതൊരു പ്രതിസന്ധിയിലും വിശ്വാസികൾക്ക് കരുത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുക. നോക്കൂ നിങ്ങൾ, ആരോരുമില്ലാത്ത ഏതോ ഒരു നാട്ടിൽ നിന്ന് അടിമയായി കടന്നു വന്ന ബിലാൽ ഇബ്നു റബാഹ് എന്ന ഒരു സാധു മനുഷ്യൻ, അയാൾക്ക് അടിമവേല മാത്രമാണ് അറിയുക.
ഒരാൾക്ക് കീഴിൽ പണിയെടുത്ത് ജീവിതം അവസാനിക്കുമെന്ന് തീരുമാനിച്ച ഒരു മനുഷ്യന് റഹ്മാനായ റബ്ബ് ഹിദായത്ത് എന്ന വെള്ളി വെളിച്ചം നൽകിയപ്പോൾ അദ്ദേഹത്തിന്റെ യജമാനൻ ഈത്തപ്പന മരത്തിലേക്ക് നട്ടുച്ചക്ക് വലിച്ചിഴച്ച് കെട്ടിക്കയറ്റുമ്പോഴും ഭക്ഷണം നൽകാതെ വെള്ളം കൊടുക്കാതെ കഠിനമായി ആ മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിച്ചപ്പോഴും ഒറ്റ നിബന്ധന മാത്രമാണ് ആ മനുഷ്യൻ വെച്ചത്: നീ വിശ്വസിച്ച വിശ്വാസത്തിൽ നിന്നും മാറണം എന്നാണ്. തീർന്നില്ലല്ലോ. ആ നട്ടുച്ച പൊരിവെയിലത്ത് നാം ചരിത്രം എത്ര കേട്ടതാ. അതൊന്നും മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്ക്. ആ മരുഭൂമിയിലെ ആ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന് കീഴിൽ ആ തിളച്ചു മറിയുന്നത് പോലെ ചൂടുള്ള ആ മണലിൽ മലർത്തിക്കിടത്തി വെള്ളമില്ലാത്ത, ഭക്ഷണം നൽകാത്ത ആ മെലിഞ്ഞുണങ്ങിയ ശരീരത്തിൽ നെഞ്ചിലും വയറിലും ആ മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള പാറക്കല്ലുകൾ വെച്ച് കെട്ടി തെണ്ടിപ്പിള്ളേരെ കൊണ്ട് വലിച്ചിഴക്കുമ്പോഴും ബിലാൽ ഇബ്നു റബാഹ പറഞ്ഞുകൊണ്ടേയിരുന്നു അഹദ് അഹദ് എന്ന്. എന്തേ? ഒരു പേടി ഉണ്ടായില്ലല്ലോ, ഒരു നിരാശയുണ്ടായില്ലല്ലോ ആ മനുഷ്യന് റളിയല്ലാഹു അൻഹു. ആ വിശ്വാസത്തിലേക്കാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു സ്വർണ്ണക്കരണ്ടി കൊണ്ടാണ് എന്റെ മുസ്അബ് ജനിച്ചതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഗതം ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ ഉഹദിന്റെ രണാങ്കണത്തിൽ മരിച്ചു വീണ് ഉടുതുണി കൊണ്ടൊന്ന് പുതച്ചു ആ മയ്യത്ത് പുതക്കുമ്പോ കാലിൽ നിന്ന് തലയിലേക്കും തലയിൽ നിന്ന് കാലിലേക്കും എത്താത്തവണ്ണം ദരിദ്രനായി പോയ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ധാരാളം സമ്പത്തുണ്ടായിരുന്നു. തന്റെ മാതാവിന് ഒരു വാക്ക് കൊടുത്താൽ മതി, ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു എന്ന്. മുസ്അബിന്റെ വസ്ത്രവും മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ സുഗന്ധവും കാണുവാനും ആസ്വദിക്കുവാനും വേണ്ടി ചെറുപ്പക്കാർ ആ മക്കയുടെ തെരുവോരങ്ങളിൽ അദ്ദേഹത്തെ കാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന് തന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് സങ്കടമുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സഹാബിക്ക് ഭയമുണ്ടായിട്ടില്ല. നോക്കൂ നിങ്ങൾ, അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, താങ്കൾ എങ്ങോട്ടാണ്? ഞാനത് ഉഹദിന്റെ താഴ്വരയിൽ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുമ്പോ ഈ ദുനിയാവിനെ അടക്കിപ്പിടിച്ചുകൊണ്ടല്ല ആ സഹാബി കടന്നു പോയത്. വിശ്വാസികളെ, ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പാഠമാകണം. എനിക്കും നിങ്ങൾക്കും പാഠമാകണം. ജീവിതത്തിന്റെ വഴിവിളക്കായി അത് മാറണം. നിരാശയുടെ, സങ്കടത്തിന്റെ ഇനി എന്ത് എന്ന ചോദ്യത്തിന് റഹ്മാനായ റബ്ബിന്റെ അടുത്ത് എനിക്ക് തെളിഞ്ഞ വഴിയുണ്ടെന്ന് ഉറക്കെ പറയാനുള്ള ധൈര്യമാണ് നമുക്കുണ്ടാവേണ്ടത്. നോക്കൂ നിങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ഫിത്രത്തിലേക്ക് നാം തിരിച്ചു പോവുക. രോഗം വരുമ്പോ, കടം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, ഏറ്റവും അടുത്ത ആൾക്ക് ഇനി തിരിച്ചു വരാത്ത വിധം കഠിനമായ പ്രതിസന്ധി ഉണ്ട് എന്നറിയുമ്പോ, നമ്മുടെ നെഞ്ചിന്റെ ഹൃദയത്തിന്റെ താളം ഒന്ന് തെറ്റിപ്പോകുമ്പോ, നമ്മുടെ കൈകാലുകൾക്ക് വിറയലുകൾ അനുഭവപ്പെടുമ്പോ അറിയും നമ്മൾ എനിക്കൊരു യാത്രയുണ്ട് എന്ന്. അല്ലാഹ് അതിനാ പരീക്ഷണം വെച്ചത്. അത് ഫിത്രത്താണ്. ആ ഫിത്രത്തിലേക്ക് തിരിച്ചു പോകുമ്പോ നാം അറിയാതെ സ്വപ്നം കാണും, എനിക്ക് മരണാനന്തരം സ്വർഗം ലഭിക്കണമല്ലോ എന്നൊരു സ്വപ്നം. അതുണ്ടാകുമ്പോഴാണ് നാം ധൈര്യവാനായി മാറുക എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, മക്കയിലെ മുശ്രിക്കുകൾ പോലും പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹുവിനോട് മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്. അതെ, ഒരു വിശ്വാസി പ്രതിസന്ധി വരുമ്പോ അവന്റെ ഏക അവലംബമായ അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കും. പർവ്വത സമാനം ആ സമുദ്രയാത്രയിൽ തിരമാലകൾ അവരെ മൂടിക്കൊണ്ടിരുന്നാൽ റഹ്മാനായ റബ്ബിന് പൂർണ്ണമായി കീഴ്വണക്കം കാണിച്ചുകൊണ്ട് അല്ലാഹ് എന്നവർ വിളിക്കുമായിരുന്നു എന്നാണ്. എന്തേ കാരണം? ജീവിതത്തിൽ ഗതിമുട്ടിപ്പോകുന്നവൻ അവന് വിളിക്കാൻ ഏകനായ അല്ലാഹു മാത്രമാണ് ഉണ്ടാവുക. ഫലസ്തീനിലെ പിഞ്ചു പൈതങ്ങൾ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുമ്പോ അതിന് പരിഹാരമുണ്ടാകും. ലോകത്തെ മുസ്ലിമീങ്ങൾ പീഡനത്തിന് വിധേയമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കെഞ്ചിക്കേണ് പ്രാർത്ഥിക്കുമ്പോ റഹ്മാനായ റബ്ബ് അതിനൊരു പരിഹാരമുണ്ടാക്കുക തന്നെ ചെയ്യും. ആ വിളിയാണ് ഒരു മനുഷ്യന്റെ നിർഭയത്വത്തിന്റെ, ഭയരഹിതമായ ജീവിതത്തിന്റെ, നിരാശയില്ലാത്ത ജീവിതത്തിന്റെ തെളിച്ചം. നമുക്കുണ്ടോ സഹോദരങ്ങളെ? ഒരു കരുത്തുള്ള വിശ്വാസിക്ക് റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് വലിയ പ്രതിഫലങ്ങൾ നൽകി കാത്തിരിക്കുന്നു എന്നാൽ അവർ പ്രതിഫലങ്ങൾ കാണുമ്പോൾ അവർ പറഞ്ഞു പോകും എന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ ഹദീസ് നമ്മോടാണ്.
യുവദ്ദു അഹ്ലുൽ ആഫിയ, സുഖം അനുഭവിച്ചവർക്ക് അള്ളാഹു പരലോകത്ത് കൂലി ഇങ്ങനെ കൊടുക്കും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. പക്ഷേ അവരൊരു കാഴ്ച കാണും. ഹീന യുഅ്താ അഹ്ലുൽ ബലാ, ഈ ദുനിയാവിൽ വെച്ച് കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ആളുകൾക്ക് അല്ലാഹു അസ്സവാബ്, പ്രതിഫലം ഇങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോ അവർ വിചാരിക്കും, ലൗ അന്ന ജുലൂദഹും കാനത് ഖുരിളത് ഫിദ് ദുനിയാ ബിൽ മഖാരീദ്. പടച്ചോനെ, ഇത്ര വലിയ മഹത്വം പ്രതിഫലം ലഭിക്കുന്ന ലോകത്താണല്ലോ ഞങ്ങൾ പെട്ടത്. പക്ഷേ ദുനിയാവിൽ വല്ലാതെ സുഖിച്ചാണല്ലോ ഞങ്ങൾ ജീവിച്ചത്. അതുകൊണ്ട് ആ ദുനിയാവിൽ വെച്ച് കത്രികകൾ കൊണ്ട് ഞങ്ങളുടെ തൊലികളെങ്ങാനും കത്രിച്ച് കളഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് നാളെ ഖിയാമത്ത് നാളിൽ അവർ വരുമ്പോ ആഗ്രഹിച്ചു പോകുമെന്നാൽ, ഇവിടുന്ന് ഒരു പരീക്ഷണമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖമായി ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് കൃഷി ചെയ്ത് നിസ്കരിക്കണമെങ്കിൽ നിസ്കരിച്ച് എവിടെയെങ്കിലൊക്കെ തല കാണിച്ച് ഇങ്ങനെ പോയി അങ്ങനെ മരിച്ചുപോയാൽ നാളെ അള്ളാന്റെ കോടതിയിലെത്തുമ്പോ റഹ്മാനായ റബ്ബ് പരീക്ഷിച്ച ജനതക്കും പരീക്ഷിച്ച വ്യക്തികൾക്കുമൊക്കെ അള്ള കൂലി കൊടുക്കണ കാണുമ്പോ ഒരു കത്രി കൊണ്ട് ആളുകൾ എന്റെ തൊലി ഇങ്ങനെ ദുനിയാവെന്ന് ഇങ്ങനെ കഷ്ണിച്ചെടുത്തിട്ട് തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്നവർ ആഗ്രഹിച്ചു പോകുമെന്നാൽ അത്രമാത്രം മഹത്തായ പ്രതിഫലമാണ് റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ക്ഷമിക്കാനും സഹിക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹുവിന്റെ ദീനിന്റെ കൂടെ സഞ്ചരിക്കാനും കഴിയുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ത്യാഗം, ക്ഷമ, സഹനം, ഇതൊക്കെ ഉൾക്കൊള്ളണമെന്ന് പറയുമ്പോ ചിലർ ചിന്തിക്കാറുള്ളത് എന്താ അറിയോ, ഇത് പറയണോന്ന് വലിയ തിരക്കടൊന്നുമില്ല, അത് നിങ്ങൾക്കാണായി കാണാൻ. ഈ ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് വന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു. അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയൂ. എന്നിട്ട് എന്താ പരിപാടി? നിസ്കാരം ഉപേക്ഷിക്കുക, ദീനിയായ എല്ലാ മുആമലാത്തും ഒഴിവാക്കുക, ഖുർആൻ പഠനം നിർത്തുക, അല്ലെ? എന്നിട്ടോ ഈ പ്രശ്നവും പ്രതിസന്ധിയും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. സഹോദരങ്ങളെ, അത് നിരാശയുടെ വർത്തമാനമാണ്. അത് നാളെയുടെ പ്രതീക്ഷയില്ലാത്ത ജീവിതമാണ്. എന്നാൽ സഹോദരങ്ങളെ, നിരാശയ്ക്ക് എവിടെ ജീവിതത്തിൽ സമയം? കാരണം എന്താ അറിയോ, സമചിത്തതയുടെ പാഠങ്ങൾ പകർന്നു തന്ന പ്രവാചകന്മാർ മുഴുവൻ പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്, കഠിനമായ പ്രതിസന്ധികൾ അനുഭവിച്ചവരാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി അശദ്ദു ബലാഅ, മനുഷ്യന്മാരെ കൂട്ടത്തില് ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾ ആർക്കാണ് നേരിടുക? അല്ലെ, മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോഴത്തേന് നിരാശപ്പെടുന്നവരോടെ നമ്മളെ വർത്തമാനം. അള്ളാന്റെ റസൂലിനോട് ചോദിക്കാൻ, ആർക്കാണ് റസൂലെ കഠിനമായ പരീക്ഷണം? റസൂലുള്ളാഹി പറഞ്ഞു, ഖാലൽ അൽ അംബിയാ, അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അംബിയാക്കൾക്കാണ് കഠിനമായ പരീക്ഷണം. സുമ്മ സ്വാലിഹൂൻ, പിന്നെ നന്നായി ജീവിക്കുന്ന ആളുകൾക്ക്. അള്ളാന്റെ റസൂൽ പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് വിശ്വാസല്ലേ? സുമ്മൽ അംസൽ ഫൽ അംസലു മിനൻ നാസ്, പിന്നീട് അങ്ങനെ ദറജയുള്ള ആളുകൾക്കൊക്കെ അള്ളാഹു പരീക്ഷണം കൊടുക്കുന്നതാണ്. യുബ്തല അർറജുലു അലാ ഹസ്ബി ദീനി, കേൾക്കണം കേട്ടോ, യുബ്തല, ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടും, അലാ ഹസ്ബി ദീനിഹി, അവന്റെ ദീനിന്റെ കട്ടിക്കനുസരിച്ചാണ് പരീക്ഷിക്കപ്പെടുക. ഫൈദാ കാന ഫീ ദീനിഹി സ്വലാബത്തൻ സീദ ഫീ ബലാഇഹി, ഒരാൾക്ക് ദീനിൽ നല്ല ഉറച്ചു നിൽക്കുന്ന മനസ്സുണ്ടോ, സീദ ഫീ ബലാഇഹി, അവൻ അല്ലാഹു കഠിനമായി പരീക്ഷിക്കും. സുഖമായിട്ട് പോണുണ്ടെങ്കിൽ പേടിച്ചോളി, ഞാൻ നിങ്ങളൊക്കെ ഈമാനിൽ കുറച്ച് കുറവുള്ള ആൾക്കാരാണ്, അല്ലെ? AC ഓണാക്കി രാത്രി കടന്ന് രാവിലെ എണീക്കുമ്പോൾ ഒരു കേടുമില്ല, ഒരു പ്രശ്നമല്ല. ശമ്പളത്തിനൊരു മുടക്കമല്ല, കച്ചവടത്തിൽ ലാഭത്തിനൊരു കുറവില്ല, അല്ലെ? 50ആയി 55ആയി ഒന്നും വന്നിട്ടില്ല. പേടിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാൾക്ക് ദീനിൽ ചാഞ്ചാട്ടുണ്ടെന്ന് വിചാരിക്കുക, അതുണ്ടോ? ഇല്ലേ? ഉണ്ടാകൂലേ? പരലോകം ഉണ്ടാകോ? വിചാരണ ഉണ്ടോ? നിസ്കരിക്കണോ? നിസ്കരിക്കണ്ടേ? റവാത്തിബ് വേണം, ഖുർആൻ പഠനം വേണം, ഇതിലൊക്കെ എങ്ങനെ ഒരു ഇളക്കം ഇടക്കിടക്കുണ്ടെങ്കിൽ പേടിച്ചോളെ, അവന് ദുനിയാവിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതാരെ പറഞ്ഞത് സഹോദരങ്ങളെ? അള്ളാഹ്. ഈ പറഞ്ഞ രണ്ടാമത്തെ ഗണത്തിലാണ് നമ്മൾ പെടുക. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ ഇസ്ലാമിന് വരുന്ന പരിക്കുണ്ടല്ലോ, അത് എന്റെ കൂടി പരിക്കാണ് എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹുവിന്റെ ദീനിന് നേരെ വരുന്ന ഈ അസ്ത്രങ്ങൾക്ക് നേരെ ദീന് കൊണ്ട് പ്രതികരിക്കാനും ജീവിതം കൊണ്ട് മാറ്റുരക്കാനും നമുക്ക് സാധിക്കുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം, അല്ലെ? ഏറെ സന്തോഷത്തോടു കൂടിയാണ് നൂഹ് നബി അലൈഹിസ്സലാം ആ പ്രബോധനത്തിന് ഇറങ്ങിയത്. മക്കളുണ്ടായിരുന്നു ധാരാളം.
അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന മകനായിരുന്നു കൻആൻ. പക്ഷേ വിശ്വാസം അങ്ങോട്ട് പറഞ്ഞപ്പോ മകൻ വിശ്വസിച്ചില്ല. പ്രളയമുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാമക്ക് അറിയാം ഇനി രക്ഷയില്ലെന്ന്. പക്ഷെ ആ മകൻ ഇങ്ങനെ മുങ്ങി മരിക്കുന്നത് കണ്ണുകൊണ്ട് കാണേണ്ടി വന്നു. ആർക്ക്? നൂഹ് എന്ന പ്രവാചകന്. അള്ളാഹ് പരീക്ഷിച്ചില്ലേ സഹോദരങ്ങളെ? കഠിനമായ രോഗമാണ് അയ്യൂബ് അലൈഹിസ്സലാമക്ക് ഉണ്ടായത്. എല്ലാവരും ഉണ്ടായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു, എല്ലാം പോയി. അവസാനം മക്കൾ വരെ ഇട്ടേച്ച് പോയി. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പ്രാർത്ഥിച്ച് ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? യൂനുസ് നബി അലൈഹിസ്സലാം ഒരു മത്സ്യത്തിന്റെ വായിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. കഠിനമായ പരീക്ഷണത്തിന് അദ്ദേഹം വിധേയനായിട്ടുണ്ട്. ജനിച്ച നാളിൽ പെട്ടിയിലേക്ക് വലിച്ചെറിയ പെട്ടിയിൽ അടക്കപ്പെട്ട് ആ നൈൽ നദിയിലൂടെ ഒഴുക്കപ്പെട്ട് ഫിർഔനിന്റെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് കടന്നുപോയ മൂസാ നബി അലൈഹിസ്സലാം കഠിനമായി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം. അല്ലാഹ് ഏറെ ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരൊക്കെ തീച്ചുളയിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥനായിരുന്നു. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. താൻ ഏറെ സ്നേഹിച്ച് തന്നെ വളർത്തിയ പിതൃവൻ അബൂ ത്വാലിബ് താൻ ചൊല്ലിക്കൊടുത്ത കെലിമ ചൊല്ലാതെ മരിച്ചുപോയതിന്റെ വ്യഥ പ്രവാചക ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. താനേറെ സ്നേഹിച്ച തന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹക്കെതിരെ വ്യഭിചാരാരോപണം നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പട്ടിണി കിടന്നിട്ടുണ്ട്. തായിഫിൽ നിന്ന് കുടുംബം എറിഞ്ഞാട്ടിയിട്ടുണ്ട്, അല്ലേ? ഈ കഠിനമായ പരീക്ഷണങ്ങൾ ആൺമക്കളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്തിനേറെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും പ്രവാചകന് വഹി ലഭിച്ചത് താങ്കൾ മരിച്ചാൽ ഏതാനും സമയം കഴിഞ്ഞ മകൾ ഫാത്തിമ മരിക്കുമെന്നാണ്. എന്തെല്ലാം പരീക്ഷണങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, സുമയ്യ ബീവിയുടെ ചരിത്രം വിശ്വാസികളെ ജീവിതത്തിൽ കുറച്ച് വായിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ സുഖലോലുപതയിൽ നിന്ന് ഇസ്ലാം ഒന്ന് വിമർശിക്കപ്പെടുമ്പോൾ ആരെങ്കിലും വയസ്സായ 2 ആൾക്കാർ പോയി നിക്കാഹ് കഴിച്ച് വയസ്സായ പോയ ആൾക്കാർ രജിസ്റ്റർ വിവാഹം നടത്തിയിട്ട് ഞങ്ങളിതാ ഇസ്ലാമിനെതിരാന്ന് പറയുമ്പോഴത്തേന് ഇസ്ലാമിലേക്കൊന്ന് നോക്കിയിട്ട് ഖുർആൻ കുറച്ച് തെറ്റാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിസ്കാരത്തിലേക്ക് ഒരു മടുപ്പ് വരുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോ. ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അമൂല്യമായ സമ്പത്ത് ഇട്ടെറിയാനാണ് തീരുമാനിച്ചത് എന്നത് അള്ളാഹ് പറഞ്ഞതാ. ഇതാണ് പരീക്ഷണം. നമ്മുടെ ജീവിതത്തിൽ നാം ഇസ്ലാമിനെ എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ ഇസ്ലാം സ്വീകരിക്കുന്നു എന്നതാണ് ഓരോ വ്യക്തിയുടെയും പരീക്ഷണം. ആരൊക്കെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ പവിത്രമായ ദീനുൽ ഇസ്ലാം അത് പ്രോജ്വലമായ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. 14 നൂറ്റാണ്ട് അക്ഷരവ്യത്യാസമില്ലാതെ വിശുദ്ധ ഖുർആനും ഈ 14 നൂറ്റാണ്ട് പ്രവാചക ജീവിതം നിലനിൽക്കുന്നുവെങ്കിൽ നാം മരിച്ചാലും ഇത് ഇതിനേക്കാൾ പ്രോജ്വലമായി നിലനിൽക്കും. നമുക്കുള്ള പരീക്ഷണം ഇത്രയേ ഉള്ളൂ. നീ ഇതിന്റെ കൂടെയുണ്ടോ? നിന്റെ കുടുംബമുണ്ടോ? നീ നാട്ടിൽ ഇസ്ലാമിനെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിലുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? പ്രവാചകൻ ജീവിച്ചതുപോലെ, അനുചരന്മാർ ജീവിച്ചതുപോലെ ഒരു ശ്രമം നടത്താൻ എന്തുകൊണ്ടാണ് നമുക്ക് സാധ്യമാകാതെ പോകുന്നത്? ഒരു വിമർശനാത്മകമായി നമ്മളോട് ചോദിച്ചാൽ ഖുർആൻ അതിന് ചില തെളിവുകൾ പറയുന്നുണ്ട്. ഒന്ന്, ഉപരിവിപ്ലവമായി പുറന്തോട്ടിൽ നിന്നുകൊണ്ട് മാത്രം ഇസ്ലാമിനെ നോക്കിക്കാണുന്നു എന്നതാണ്. ഒരു മുസ്ലിമായി ജനിച്ചു, ഞാനൊരു മുസ്ലിം സൊസൈറ്റിയിലെ അംഗമായി എന്നത് മാത്രമാണ് ഈ ഒരു നന്മയാർന്ന വിശ്വാസത്തെ സ്വീകരിക്കാൻ നമുക്കുണ്ടായ ഏക മാർഗം. നോക്കൂ നിങ്ങൾ, ഇത്തരം ഖൗമിനെ കുറിച്ച് റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഖാലത്തിൽ അഅറാബു ആമന്ന. അഅറാബികളുടെ കൂട്ടത്തിൽ നിന്ന് കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ആമന്ന,
ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിരിക്കുന്നു എന്നവർ നാവ് കൊണ്ട് പറഞ്ഞു. അപ്പൊ അള്ളാഹു വഹയിറക്കി, ഖുൽ, നബിയെ പറയുക, ലം തുഅ്മിനു, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികൾ ആയിട്ടില്ല, നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഈമാൻ ഇറങ്ങി ചെന്നിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. മുസ്ലിമാണെന്ന് പറഞ്ഞോളൂ, മുഅ്മിനാണ് എന്ന് പറയണ്ട. വിശ്വാസികളെ, ഈ ആയത്തൊന്ന് വീട്ടിൽ പോയി പഠിച്ചുകൊണ്ട് നമ്മളെ കുറിച്ചാ. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ ഇറങ്ങി പ്രവേശിച്ചിട്ടില്ല എന്ന് റഹ്മാനായ റബ്ബ് നബിയുടെ അടുത്ത് വന്ന് ഞങ്ങൾ മുഅ്മിനായി എന്ന് പറഞ്ഞൊരു ഖൗമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ. സൂറത്ത് ഹുജറാത്തിലെ 14-ാമത്തെ ആയത്ത്. ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരോടുള്ള വർത്തമാനം. നമുക്കൊരു പരിഹാരം വേണ്ട സഹോദരങ്ങളെ. മുസ്ലിമിൽ നിന്ന് മുഅ്മിനിലേക്കുള്ള ഒരു സുന്ദരമായ യാത്ര. അതിനാദ്യം നമുക്കുണ്ടാവേണ്ടത് ഞാൻ ഇസ്ലാം പഠിച്ചു എന്ന ധാരണ തിരുത്തുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? മദ്രസന്നെ ശരിക്കും പൂർത്തിയാക്കാത്ത നമ്മളാണ് ദീന് പഠിച്ചു എന്ന് പറഞ്ഞ് നടക്കണേ. ശരിക്കും മനസ്സിരുത്തി ഒരു ഖുർആൻ ക്ലാസ്സിനോ എന്തിനേറെ വെള്ളിയാഴ്ച ജുമുഅക്ക് പോലും സമയത്തെത്താൻ നമുക്ക് പറ്റുന്നില്ല. എന്നിട്ട് നമ്മളാണ് യഥാർത്ഥത്തിൽ നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് സ്വപ്നം കണ്ട് നടക്കുന്നത് എന്നത് നമ്മൾ അറിയണം. ഇംഗ്ലീഷിലും അറബിയിലും മലയാളത്തിലുമൊക്കെ അള്ളാന്റെ വിശുദ്ധ ഖുർആന് 114 അധ്യായങ്ങൾക്ക് പരിഭാഷ ഉണ്ട്. ഈ ഭാഷകളൊക്കെ വായിക്കാൻ അറിയാം, അതിൽ ചിന്തിക്കാൻ അറിയാം, അതിൽ മനനം ചെയ്യാൻ അറിയാം. നമുക്കൊക്കെ അത്ര വിദ്യാഭ്യാസം നമുക്കുണ്ട്. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് പൂർത്തിയാക്കി വായിക്കാൻ കുറ്റപ്പെടുത്തന്നെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയാം, മരിച്ച എനിക്ക് സ്വർഗം വേണം. നോക്കൂ നിങ്ങൾ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഗ്ദു ആലിമ, നിനക്ക് സാധിക്കുമെങ്കിൽ നീ ഒരു ആലിമാണ്. ദീന് പഠിച്ച് നല്ല വിവരമുള്ള ആളാകണം എന്നതിനർത്ഥം. പ്രസംഗിച്ച് നടക്കണമെന്നല്ല. ആലിമാകുക എന്ന് പറഞ്ഞെന്താ അറിയോ? ദീനിനെ കുറിച്ച് വിവരമുള്ള ഒരു മനുഷ്യനാകാൻ. സ്വാഭാവികമായിട്ട് വിവരം ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയും. മക്കളെ പഠിപ്പിക്കും, എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഔ മുത്തഅല്ലിമ, അല്ലെങ്കിൽ നീ ഒരു ദീന് പഠിക്കുന്ന ആളാകണം. എത്ര പ്രായമായാലും ദീന് പഠിക്കുന്ന ഒരു മനുഷ്യനായി നീ മാറണം. അല്ല ഔ മുസ്തമിഅ, അല്ലെങ്കിൽ ശരിക്ക് കേൾക്ക്, അള്ളാന്റെ ദീൻ ഇങ്ങനെ കേൾക്ക്. അതെങ്കിലും ആണോ? വല അത്തക്കുൻ, നീ ആകരുത് അറാബിൻ, നാലാമതൊരാള് നീ ആകരുത്. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്നുമില്ല. നീ ഒരു ആലിമാകണം, അല്ലെങ്കിൽ നീ പഠിക്കുന്ന ആളാകണം, അല്ലെങ്കിൽ നന്നായി ദീന് കേൾക്കുന്ന ആളാകണം. നാലാമത്തെ ആളാണ് നീ എങ്കിൽ, ഇതൊന്നും അല്ലാത്ത ആളാണെങ്കിൽ ഫത്തുഹ്ലിക്, നീ നശിച്ചു, നിനക്ക് രക്ഷ ഉണ്ടാവില്ല. അപ്പോഴും നമ്മൾ പറയും സമയല്ല, നേരല്ല, തിരക്കാണ്, ആരപ്പം ഇങ്ങനെയൊക്കെ പഠിക്കണോലെ എന്ന് ചിന്തിക്കും അല്ലെ. ചിലപ്പോ പറയും റേഞ്ചില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. എന്നാ കേട്ടോ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. എടോ, എവിടെ വെച്ച് എന്റെ റൂഹ് പോകുന്ന എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ആരുമില്ല, പിന്നെ ഒറ്റക്ക. ഇവിടെ എന്തിനൊക്കെ തിരക്കൂട്ടിന്നോ ഓലൊക്കെ നമ്മൾ ഉപേക്ഷിക്കും. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖി. നീ ഇങ്ങനെ തിരക്കൂട്ടി ആ ഒഴിവാക്കിന്നില്ലേ, ഓടി രക്ഷപ്പെട്ടിരുന്നില്ലേ, ആ മരണം നിന്റെ അടുത്തേക്ക് വരരുതെന്ന് നീ ആഗ്രഹിച്ചില്ലേ? പേടിക്കണ്ട, മുലാഖിക്കും, ആ മരണം നീയും കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഒരു പേടിയും വേണ്ട, രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെന്താ സംഭവിക്കുക? സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. രഹസ്യവും പരസ്യവും എല്ലാം ഗൈബും ഷഹാദത്തും അറിയുന്ന റഹ്മാനായ റബ്ബിന്റെ അടുത്തേക്ക് നീ മടങ്ങി വരും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. എന്താണോ ചെയ്തത് അത് നീ കാണും. അതിന്റെ അനന്തരാവകാശം നിനക്ക് കിട്ടും. ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. ഇവിടെ എത്തിപ്പെടല്ലാതെ ഒരു നിർവാഹമില്ല. പിന്നെ എന്തിനാ സഹോദരങ്ങളെ ഈ ഒരു നേരായ വഴി അള്ളാഹു വരച്ച് കാണിച്ചത്? വായിക്കാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും ജീവിതത്തിൽ പകർത്താനും അവസരം കിട്ടിയിട്ട് തട്ടി മാറ്റി നരകത്തിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ് നമ്മെ വേദനിപ്പിക്കേണ്ടത്. നമ്മുടെ കൂട്ടത്തിൽ ആരും മോശക്കാരില്ല, നല്ല ദീനുള്ള ആളുകളാണ്.
ഒന്നുകൂടി മനസ്സറിഞ്ഞ് ചിന്തിച്ചാൽ അള്ളാന്റെ ഖുർആൻ പഠിക്കാനും പ്രവാചക ജീവിതം മനസ്സിലാക്കാനും ഇനിയും സമയവും അധ്വാനവും വേണമെന്ന് തിരിച്ചറിയും. അവിടെ നിരാശയില്ലാതെ, ഭയമില്ലാതെ മുസ്ലിമായി, മുഅ്മിനായി, മുഖ്ലിസായി, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖിയായി നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് സാധിക്കും. അവിടെ സ്വർഗമുണ്ട്. ഷിർക്കില്ലാത്തവർക്ക്, ബിദ്അത്തില്ലാത്തവർക്ക്, പ്രവാചകനെ ശരിക്കും വിശ്വസിച്ചവർക്ക്, ഖുർആനിൽ യഥാവിധി ഉൾക്കൊണ്ടവർക്ക് സ്വർഗമുണ്ട്. അല്ല, ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ വഴിയിലേക്കുള്ള യാത്രയിൽ ലഭിച്ചിട്ടുള്ള ഈ അല്പസമയത്തെ പ്രയോജനപ്പെടുത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും അറിയാനും പഠിക്കാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഓരോ അധ്യായങ്ങളും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ച്, നന്മകൾക്ക് സവാബിനെ ചോദിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുന്ന പല നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികം, ശാരീരികം, മാനസികം എല്ലാം റഹ്മാനായ റബ്ബ് അവർക്കെല്ലാവർക്കും വിടുതൽ നൽകി സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.